ഡിയർ ചിൽഡ്രൻ, സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നുള്ള 3rd ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ റൈറ്റ് ടു ഈക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഈ 3 റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. Let's go through the textbook. Our topic is right to freedom of religion. The government of a country like India with many religions can never function in the modern age without orienting to secularism. Our constitution is based on secular consumption and gives religious freedom. These words are by Jawaharlal Nehru, the architect of modern India. ഇന്ത്യ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡൈവേഴ്സ് നേഷൻ ഇൻ ടേംസ് ഓഫ് റിലീജിയൻ. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്നാണ് നമ്മളുടെ മോഡേൺ ഇന്ത്യയുടെ ശില്പിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്താണ് സെക്യുലാറിസം, മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? There is no religion for India. India does not promote any religion, but religious freedom is ensured by the constitution. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എന്നാൽ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട്. Right to freedom of religion is a fundamental right guaranteed by the Article 25 to 28 of the Constitution of India. Indian Constitution preamble was amended in 1976 to state that India is a secular state. India is one of the most diverse nation in terms of religion. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് പ്രസ്താവിക്കുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ 1976 അമെൻഡ് ചെയ്തു 42nd അമെൻമെൻറ്റിലൂടെ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എൻഷുവേഴ്സ് ദി ഫോളോവിങ്: റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ, ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്, റൈറ്റ് അഗെയിൻസ്റ്റ് ടാക്സേഷൻ ഫോർ പ്രൊമോട്ടിംഗ് എ പെർട്ടിക്കുലർ റിലീജിയൻ. റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ, സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം നമ്മളുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തെ പ്രചരിപ്പിക്കാനും ആ മതത്തിലെ ആചാരങ്ങളെല്ലാം ആചരിക്കുന്നതിനുമൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്, മതവിഭാഗങ്ങൾക്ക് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുള്ള റൈറ്റിലൂടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് ടാക്സേഷൻ ഫോർ പ്രൊമോട്ടിംഗ് എ പെർട്ടിക്കുലർ റിലീജിയൻ, ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ള അവകാശം. അറ്റ് ദി സെയിം ടൈം റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലി മെയിൻറ്റെയിൻഡ് ബൈ ദി സ്റ്റേറ്റ് ഓർ റിസീവിംഗ് എയ്ഡ് ഫ്രം ദി സ്റ്റേറ്റ് ഈസ് പ്രൊഹിബിറ്റഡ്. ഭരണഘടന മതപരമായിട്ടുള്ള അവകാശങ്ങളെല്ലാം നമുക്ക് ഉറപ്പു നൽകുന്നതോടൊപ്പം തന്നെ ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്നുകൂടി പ്രഖ്യാപിക്കുന്നു. റീഡ് ദി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റിലേറ്റഡ് ടു ദി റൈറ്റ്സ് ഓഫ് ദി മൈനോറിറ്റി സെക്ഷൻസ്. India is a land of diversity. It is inevitable to recognize and respect the diversity for maintaining the unity and development of the country. Hence, our constitution gives prime consideration for the protection of minority interest. Cultural and educational rights have been included in the constitution for the protection of the interest of minority sections. According to this, the following aspects have been ensured for the minorities: protection of their language, script and culture. Religious and linguistic minority have the right to establish and administer educational institutions of their choice. ഇന്ത്യ ഈസ് ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി. ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണല്ലേ. പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല രീതിയിൽ വസ്ത്രധാരണം ചെയ്യുന്നവർ, വ്യത്യസ്തമായ രീതിയിൽ ഭക്ഷണം
രുചി തന്നെ എല്ലായിടത്തും ഒരുപോലെയുള്ള ഭക്ഷണങ്ങളല്ല. അങ്ങനെ ഇത്രയും വലിയൊരു രാജ്യത്ത് വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുള്ളവർ, അപ്പോൾ ഇതിൽ തന്നെ ചില വിഭാഗങ്ങൾ വളരെ എണ്ണത്തിൽ വളരെ കുറവായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ എല്ലാം നമ്മളുടെ ഒരു ജനാധിപത്യം ശക്തിപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഈ ഡൈവേഴ്സിറ്റീസ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഈ മൈനോറിറ്റീസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രഥമമായിട്ടുള്ള പരിഗണന നൽകുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതനുസരിച്ച് മൈനോറിറ്റീസിന് ചില കാര്യങ്ങൾ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ദർ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ, അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. വളരെ കുറച്ച് ആളുകൾ മാത്രം സംസാരിക്കുന്ന ഭാഷകളൊക്കെ കാലക്രമത്തിൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പല ഭാഷകളും സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഭാഷകളുണ്ട്, ലിപി ഇല്ലാത്ത ഭാഷകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സംരക്ഷണം ഇതെല്ലാം ഉറപ്പ് നൽകുന്നുണ്ട് ഭരണഘടന. റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഹാവ് ദി റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദർ ചോയ്സ്. ചില പ്രത്യേക മതവിഭാഗങ്ങൾപ്പെട്ടവർക്ക്, അതായത് മൈനോറിറ്റി ആയിട്ടുള്ളവർക്ക് അവരുടെ ഭാഷ, മതം ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിക്കുന്നതിനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്നുണ്ട്. Let's conclude today's class. Right to freedom of religion is a fundamental right guaranteed by the Article 25 to 28 of the Constitution of India. Right to freedom of religion ensures the following: right to profess, practice and propagate any religion, freedom to establish and maintain institutions for religious and charitable purpose, right against taxation for promoting a particular religion. Cultural and educational right is a fundamental right guaranteed by the Article 29 to 30 of Indian Constitution. It ensures the following for minorities: protection of their language, script and culture. Religious and linguistic minority have the right to establish and administer educational institutions of their choice.